കീം പ്രവേശന പരീക്ഷയുടെ ഫലം വന്നപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 7ാം റാങ്ക് നേടിയ മാഹിർ അലിയാണ് എൻ്റെ കൂടെയുള്ളത്. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയാണ്. ആദ്യം കൺഗ്രാറ്റ്സ്. പ്രതീക്ഷിച്ചിരുന്നോ? ആദ്യത്തെ ബോർഡ് എക്സാം സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല വെച്ചിട്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത്. ഇപ്പം പുതിയ ഫോർമുല വന്നപ്പോഴാണ് ഇങ്ങനെ സ്കോറൊക്കെ വെച്ച് നോക്കുമ്പോൾ ടോപ്പ് 10 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. 86,000-ലേറെ സ്റ്റുഡൻസ് എഴുതിയ പരീക്ഷയാണ്. അതിൽ നിന്നാണ് ആദ്യ 10-നുള്ളിൽ അതും 7ാം റാങ്കിലേക്ക് എത്തുന്നത്. എന്താ തോന്നുന്നത് ഇപ്പോൾ? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ജെയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പഠിച്ചത്. ഇത് കീമും സെയിം സിലബസ് ആയതുകൊണ്ട് അത് കീമും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റി. പഠനത്തിനൊക്കെ ഒരു ചിട്ട ഉണ്ടായിരുന്നോ? ഏത് സമയത്താണ് കൂടുതൽ പഠിക്കാറ്? ഞാൻ രാത്രിയാണ് കൂടുതൽ പഠിക്കാറുള്ളത്. അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കൂട്ടുകാരൊക്കെ നല്ല സന്തോഷം. എല്ലാവരും നമ്മൾ ക്ലാസ്സിലുള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോമ്പീറ്റ് ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട്, ജെയിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ ഇപ്പോൾ IIT മദ്രാസിൽ BTech in AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് തന്നെ ആയിരിക്കും. ഇത് കാണുന്നവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഫസ്റ്റ് 1ാം റാങ്ക് ആണെങ്കിലും ആദ്യ 10-ലൊക്കെ ഉള്ളിൽപ്പെട്ടവർക്ക് എങ്ങനെയായിരുന്നു അവർ പഠിച്ചത് എന്നറിയാനൊരു താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു പഠനം? അതിരാവിലെയാണോ അതോ രാത്രി വൈകിയാണോ? കൂടുതൽ സമയം പഠിക്കുക അതോ കുറച്ച് സമയം പഠിച്ചാൽ തന്നെ എല്ലാം അങ്ങ് ഗ്രഹിക്കുന്ന കൂട്ടത്തിലാണോ? അങ്ങനെ കുറച്ച് സമയം പഠിച്ചാൽ തന്നെ ഇത് കൺസെപ്റ്റ്സൊക്കെ മനസ്സിലാവും. പിന്നെ പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. ഞാൻ മെയിനായിട്ട് രാത്രി നേരം വൈകി ഇരുന്നിട്ടാണ് പഠിക്കാറുള്ളത്. രാവിലെ അങ്ങനെ നേരത്തെ എണീറ്റ് പഠിക്കൽ എന്നൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ്. ഉമ്മ കൂടി വരും. ഉമ്മയുടെ പേര് പറഞ്ഞിരുന്നു. പേരെന്തായിരുന്നു? പേര് ഹഫീജ. എന്താ തോന്നുന്നത്? ഇപ്പോൾ 7ാം റാങ്ക് നേടി വന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കീമിൻ്റെ സ്കീം മാറിയതുകൊണ്ട് ആ ഒരു ഇതിലെത്തി. ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ? ഒരു ആദ്യ റാങ്കുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? കീമിൻ്റെ സ്കോർ വന്നപ്പം ഞങ്ങൾക്ക് അറിയായിരുന്നു ഒരു 7th or 8th പൊസിഷൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഒരു കേരള സിലബസിൻ്റെ പൊതുവേ അവരുടെ റാങ്കിൽ പിന്നോട്ട് പോകുമല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ഇന്നൊക്കെയാണ് ന്യൂസ് കണ്ടത് ചേഞ്ച് ആയി എന്നൊക്കെയുള്ള. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷമല്ലേ? ആഗ്രഹിച്ച പോലേക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീട്ടുകാരെല്ലാം ഇത് വല്യമ്മയാണോ? സന്തോഷമായല്ലേ? മോനെങ്ങനെ? രാത്രിയാണ് കുറച്ച് ഇരിക്കുക പഠിക്കാൻ വേണ്ടി. രാവിലെ എണീക്കില്ല. രാത്രി ഇരുന്ന് പഠിച്ചടയും. രാത്രി ഇരുന്ന് പഠിക്കും. ഏതായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുടുംബം. കൂടുതൽ പേര് ഇനി ഈ വാർത്ത അറിഞ്ഞിങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? ഏതായാലും കൺഗ്രാറ്റ്സ് ഒരിക്കൽ കൂടി. വലിയ സന്തോഷത്തിൽ തന്നെയാണ് മാഹിർ അലിയുടെ കുടുംബവും മാഹിർ അലിയും. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്.